മംഗളം. പാപക്കൂരിരുളാക്രമിച്ചുഴലവേ മർത്യാന്വയത്തിൻ മഹാ താപം നീക്കിയ ദേവപുത്രരവിതൻ പെറ്റമ്മയാം നിർമ്മലേ. ആപന്നർക്കവലംബമാം മറിയമേ, നിന്ദാസനാമൻ മനശ്ചാപല്യങ്ങളൊഴിച്ചു കൂറൊടു സദാ പാലിച്ചു കൊള്ളേണമേ. പാപക്കുരുളാക്രമിച്ചുഴലവേ മർത്യാന്വയത്തിൻ മഹാ താപം നീക്കിയ ദേവപുത്രരവിതൻ പെറ്റമ്മയാം നിർമ്മലേ. ആപന്നർക്കവലംബമാം മറിയമേ, നിന്ദാസനാമൻ മനശ്ചാപല്യങ്ങളൊഴിച്ചു കൂറൊടു സദാ പാലിച്ചു കൊള്ളേണമേ. പാപക്കൂരിരുളാക്രമിച്ചുഴലവേ മർത്യാന്വയത്തിൻ മഹാ താപം നീക്കിയ ദേവപുത്രരവിതൻ പെറ്റമ്മയാം നിർമ്മലേ. ആപന്നർക്കവലംബമാം മറിയമേ, നിന്ദാസനാമൻ മനശ്ചാപല്യങ്ങളൊഴിച്ചു കൂറൊടു സദാ പാലിച്ചു കൊള്ളേണമേ. പാപക്കൂരിരുളാക്രമിച്ചുഴലവേ മർത്യാന്വയത്തിൻ മഹാ താപം നീക്കിയ ദേവപുത്രരവിതൻ പെറ്റമ്മയാം നിർമ്മലേ. ആപന്നർക്കവലംബമാം മറിയമേ, നിന്ദാസനാമൻ മനശ്ചാപല്യങ്ങളൊഴിച്ചു കൂറൊടു സദാ പാലിച്ചു കൊള്ളേണമേ. പാപക്കൂരിരുളാക്രമിച്ചുഴലവേ മർത്യാന്വയത്തിൻ മഹാ താപം നീക്കിയ ദേവപുത്രരവിതൻ പെറ്റമ്മയാം നിർമ്മലേ. ആപന്നർക്കവലംബമാം മറിയമേ, നിന്ദാസനാമൻ മനശ്ചാപല്യങ്ങളൊഴിച്ചു കൂറൊടു സദാ പാലിച്ചു കൊള്ളേണമേ. പാപക്കൂരിരുളാക്രമിച്ചുഴലവേ മർത്യാന്വയത്തിൻ മഹാ താപം നീക്കിയ ദേവപുത്രരവിതൻ പെറ്റമ്മയാം നിർമ്മലേ. ആപന്നർക്കവലംബമാം മറിയമേ, നിന്ദാസനാമൻ മനശ്ചാപല്യങ്ങളൊഴിച്ചു കൂറൊടു സദാ പാലിച്ചു കൊള്ളേണമേ. രചന കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള. വാനത്തിൽ ബഹുവിധ ശോഭയും ഗാനങ്ങളും വാനവർഘോഷസ്തുതിപാട്ടുകൾ സ്വരങ്ങളും കേട്ടുടനിടയരാമാടുകൾ കാക്കുന്നോരും കേട്ടൊരു സ്വരത്തിനെ സൂക്ഷിച്ചു പാർക്കും വിധവും ഉയരങ്ങളിൽ സ്തുതി ധരണീവാസികൾക്ക് ഉയരങ്ങളിൽ സ്തുതി ധരണീവാസികൾക്ക് ഉയർന്നു സമാധാനം സന്തോഷതൃപ്തി ശുഭം.
ധരിത്രി രക്ഷാർത്ഥമായി സർവേശസുതനിതാ തരവെസലമെതിൽ പിറന്നു തരവെസലമതിൽ പിറന്നു നരനായി. വേഗത്തിൽ പോയി തന്നെ കുമ്പിട്ടാരാധിക്കുവി വ്യസരിക്ഷഭങ്ങൾക്കിടയിൽ കണ്ടിടുമേ എന്നുള്ള പാട്ടിൻ ധ്വനി കേട്ടതിനോടുകൂടെ സുന്ദരമുഖവാന്മാർ ദേവസേവികൾ കൂട്ടം കാണപ്പെട്ടവരുടെ ശോഭയും സ്തുതികളും ത്രാണത്തിൻ നാഥൻ തൻ്റെ പിറവി വൃത്താന്തം ഗ്രഹിച്ച ഗോപാലന്മാരെത്രയും ശീഘ്രത്തോടെ ഗ്രഹപാലനാം പൈതൽ തന്നുടെ ചാരേ ചെന്ന് പാർത്തവർ കുമ്പിട്ടുടൻ കേട്ടവർ കണ്ട കാര്യം പേർത്തവർ കൂട്ടത്തോടും ചാർച്ചക്കാരോടും ചൊല്ലി കേട്ടവർ ഗോപാലന്മാർ കൂട്ടമായോരോരുത്തർ ശ്രേഷ്ഠപാലനാം നാഥനുണ്ണിയെ കാൺമാൻ വന്നു. ബാലരും വൃദ്ധന്മാരും ശിശുക്കൾ ശക്തന്മാരും ചേലൊടുണ്ണിയെ കാൺമാൻ വൃദ്ധാധിവതുക്കളും അജക്കുട്ടിയും ചിലർ ക്ഷീരാദിപാനങ്ങളും അജപാലനാം ദേവനുണ്ണിക്കു കാഴ്ചവെപ്പാൻ വൃക്ഷസ്യ ബലങ്ങളും പുഷ്പമാലകൾ ചിലർ മോദാൽ പക്ഷിക്കുഞ്ഞുകൾ ചിലർ കൊച്ചു പൈതങ്ങൾ ഇപ്രകാരമുള്ളൊരു കാഴ്ചകൾ വെച്ചും കൊണ്ടു തൽപ്രഭാകരനുണ്ണി കർത്താവേ വന്ദിക്കുന്നു. ഇപ്രകാരമുള്ളൊരു കാഴ്ചകൾ വെച്ചും കൊണ്ടു തൽപ്രഭാകരനുണ്ണി കർത്താവേ വന്ദിക്കുന്നു. കർമ്മല മാതാവിൻ്റെ കപ്പേളയും സഭയും. പലസ്തീന ദേശത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ ഭാഗത്ത് സമുദ്രത്തിലേക്ക് അധോമുഖമായി നിൽക്കുന്ന കർമ്മല മല കാഴ്ചയ്ക്ക് വളരെ മനോഹരമായിരിക്കുന്നു. സുഗന്ധവർഗങ്ങളായ പലമാതിരി സസ്യങ്ങളാലും വിശേഷതര വൃക്ഷങ്ങളാലും അലങ്കൃതമായ ഈ മലയ്ക്ക് ദൈവത്തിൻ്റെ പൂന്തോപ്പ് എന്ന് അർത്ഥമായ കർമ്മൽ എന്ന പേരുണ്ടായത് ന്യായമായിട്ടത്രേ. ഈ മലയ്ക്ക് ദൈവത്തിൻ്റെ പൂന്തോപ്പ് എന്നർത്ഥമായ കർമ്മൽ എന്ന പേരുണ്ടായത് ന്യായമായിട്ടത്രേ. ഈ സ്ഥലത്തിൻ്റെ വിശേഷത്തെക്കുറിച്ച് വേദാഗമത്തിൽ പലയിടങ്ങളിലും സ്തുതിച്ചു പറഞ്ഞിട്ടുണ്ട്. പാട്ടുകളുടെ പാട്ട് എന്ന പുസ്തകത്തിൽ ജ്ഞാനമണവാട്ടി തൻ്റെ സ്നേഹഭാജനമായ മണവാളൻ്റെ സൗന്ദര്യമേറിയ ശിരസിനെ കർമ്മല മലയോടാണ് തുലനം ചെയ്തിരിക്കുന്നത്. നിന്റെ ശിരസ് കർമ്മല മലയ്ക്ക് തുല്യം. കാപ്പുത്ത് തൂവും ഊത്ത് കർമ്മലൂസ്. പ്രകൃതിയുടെ വിശേഷത കണ്ട് ധ്യാനിക്കുന്നതിനും
സ്രഷ്ടാവിലേക്ക് ബോധത്തെ ഉയർത്തി നമസ്കരിക്കുന്നതിനും ഇതിനേക്കാൾ തക്ക സ്ഥലം വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. മിശിഹാകാലത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വിശുദ്ധ ഏലിയാ ദീർഘദർശി ഈ സ്ഥലത്ത് വന്ന് വാസമുറപ്പിച്ചത് വൃഥായല്ല. ഇദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ വിശുദ്ധ എലീശാ ദീർഘദർശിയും ഇവിടെ തന്നെ വസിച്ചിരുന്നു. ഈ 2 ദീർഘദർശികളുടെ ശിഷ്യരായി അനേകം ആളുകൾ തുടരെ കർമ്മലഗിരിയിൽ വസിച്ചിരുന്നു. ഇവരെക്കുറിച്ചാണ് ദീർഘദർശികളുടെ മക്കൾ എന്ന് വേദാഗമത്തിൽ പറയപ്പെട്ടിരിക്കുന്നത്. മുനികൾക്ക് വസിക്കത്തക്കതായ 1000-ൽ പരം ഗുഹകൾ കർമ്മലഗിരിയിൽ പല സ്ഥലങ്ങളിലായിട്ടുണ്ടായിരുന്നു. വിശുദ്ധ എലീശാ ദീർഘദർശികളുടെയും വിശുദ്ധ എലീശ ദീർഘദർശികളുടെയും മറ്റ് പല മുനീന്ദ്രന്മാരുടെയും വാസത്താൽ പാവനമായ കർമ്മലഗിരിയിൽ ചരിത്രപ്രസിദ്ധങ്ങളായ പല വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇസ്രായേൽ ജനം വിഗ്രഹാരാധനയിൽ വീണ കാലത്ത് ഏലിയാ ദീർഘദർശി ഇസ്രായേൽ ജനത്തെയും അവരുടെ രാജാവായ ആഹാബിനെയും കർമ്മലമലയിൽ വിളിച്ചു വരുത്തി സത്യദൈവ പരീക്ഷ നടത്തുകയും ഏലിയാ ദീർഘദർശിയുടെ ബലിയെ ദൈവം ആകാശത്തിൽ നിന്ന് തീയിറക്കി ദഹിപ്പിച്ചതിനെ കണ്ട് ജനവും രാജാവും സത്യദൈവത്തിൻ പക്കൽ പിന്തിരിവാനിടയാകുകയും ചെയ്തു. ബാൽ എന്ന കള്ളദേവൻ്റെ പൂജാരികൾ തൽക്ഷണം കൊല്ലപ്പെട്ടു. പഴയ മാർഗത്തിലും പുതിയ മാർഗത്തിലും കർമ്മലഗിരി ഒരു തിരുയാത്ര സ്ഥലമായിരുന്നു. വിശുദ്ധ എലീശാ ദീർഘദർശികളുടെ കാലം മുതൽ ദീർഘദർശികളുടെ മക്കൾ എന്ന് പറയപ്പെട്ട മുനികൾ ഇടമുറിയാതെ കർമ്മലമലയിൽ വസിച്ചു വന്നു. ഇവർ ഒരു ശ്രേഷ്ഠന് കീഴ്പ്പെട്ട് ജീവിച്ചിരുന്നു. ആദ്യ ശ്രേഷ്ഠന്മാർ പ്രസ്തുത ദീർഘദർശികൾ തന്നെയാണ്. ഈശോ മിശിഹാ കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്നവർ സസന്തോഷം സുവിശേഷ പഠനം സ്വീകരിച്ച് മാമോദീസ മുങ്ങി. ഇപ്രകാരം പഴയ മാർഗത്തിലെ മുനികൾ ക്രിസ്തീയ മുനികൾ ആയി തീർന്നു. ഇവർ ദൈവജനനിയായ പരിശുദ്ധ കന്യകാമറിയത്തെ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു വന്നു. കർമ്മലമലയിൽ നിന്ന് കിഴക്കോട്ട് 3 മൈൽസ് മാത്രം ദൂരമായിരുന്ന നസ്രസിൽ വസിച്ചിരുന്ന ദൈവജനനി പല പ്രാവശ്യം കർമ്മലയെ സന്ദർശിച്ചിട്ടുണ്ടെന്ന് പാരമ്പര്യ വർത്തമാനമുണ്ട്. അയൽപ്പക്കത്തിൽ സഞ്ചരിച്ചിരുന്ന നമ്മുടെ കർമ്മല മുനികൾക്ക് ദൈവജനനിയെ സന്ദർശിക്കുന്നതിനും ഒട്ടും പ്രയാസമുണ്ടായിരുന്നില്ല. ദൈവജനനിയുടെ മഹാഭക്തരായ ഈ മുനികൾ അങ്ങേ തിരുമരണവും കരേറ്റവും കഴിഞ്ഞുടൻ തന്നെ കർമ്മലമലയിൽ പണ്ട് ഏലിയാ ദീർഘദർശി കടലിൽ നിന്ന് രഹസ്യസൂചകമായ മേഘം കയറുന്നതിനെ കണ്ട് പ്രവചിച്ച ആ സ്ഥലത്ത് എല്ലായിലും മുമ്പായി ദൈവജനനിക്ക് ഒരു കപ്പേള പണിയുകയും അവിടെ വിശുദ്ധ ലൂക്കാ ഏവൻഗേലിസ്ത എഴുതിയ ദൈവജനനിയുടെ ഒരു ഛായാപടം സ്ഥാപിച്ച് വണങ്ങുകയും ചെയ്തു.
ലോകത്തിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ദൈവജനനിയുടെ കപ്പേള ഇതാകുന്നു. ഈ കപ്പേളയിൽ ദിവസം തോറും പല പ്രാവശ്യം നമ്മുടെ കർമ്മല മുനികൾ വന്ന ദൈവസ്തുതികൾ പാടുകയും മാതാവിനെ വണങ്ങുകയും ചെയ്തിരുന്നതുകൊണ്ട് ഇവർ കർമ്മല മാതാവിൻ സഹോദരന്മാർ എന്ന് വിളിക്കപ്പെട്ടു. കർമ്മല മാതാവ് എന്നും കർമ്മല മാതാവിൻ സഭ എന്നുമുള്ള പേരുകൾ ഇപ്രകാരമാണ് ഉത്ഭവിച്ചത്. എന്നാൽ കുരിശുയുദ്ധത്തിൻ്റെ കാലം വരെ കർമ്മല സഭക്കാർ കൂട്ടമായ ജീവിതക്രമം ആചരിക്കാതെ മുനികൾ ആയി വസിച്ചിരുന്നതേയുള്ളൂ. കുരിശുയുദ്ധത്തിന് പോയിരുന്ന കലാബ്രിയക്കാരൻ ബെർത്തോൾഡ് എന്ന ദൈവഭക്തനും മറ്റു ചില യോദ്ധാക്കളും ലോകത്തെ ഉപേക്ഷിച്ച് കർമ്മല മലയിൽ സന്യാസ ജീവിതം ആരംഭിച്ചു. ഇപ്പോൾ തിരുസഭ പുണ്യവാനായി വണങ്ങുന്ന വിശുദ്ധ ബെർത്തോൾഡ് വിശുദ്ധ ഏലിയ നിവ്യായുടെ ഓലിയിങ്കൽ ഒരു ചെറിയ സന്യാസ ഭവനം പണിതു. അതിൽ കർമ്മല സഭക്കാർ കൂട്ടമായ ജീവിതം തുടങ്ങി. വിശുദ്ധ ബെർത്തോൾദിൻ്റെ പിൻഗാമിയായ വിശുദ്ധ ബ്രൊക്കാദ് ശ്രേഷ്ഠനായിരിക്കയിൽ 1210 ഓർസ്ലം പാത്രിയർക്കീസായ ഭാഗ്യപ്പെട്ട ആൽബർത്തോസിൽ നിന്ന് ഒരു റേഗുള അഥവാ സഭാനിയമം വാങ്ങിച്ചു. ഇതിൻ്റെ പല ഭാഗങ്ങളും വിശുദ്ധ അഗസ്തീനോസിൻ്റെ റേഗുളയിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. മൂന്നാം ഒനോരിയൂസ് മാർപ്പാപ്പ ഈ റേഗുളയെ അംഗീകരിച്ചു. കൂട്ടമായ ജീവിതം ആരംഭിച്ചതിനോടുകൂടി കർമ്മലീത്ത സഭയുടെ ആശ്രമങ്ങൾ പലസ്തീന ദേശത്തിൽ പലയിടങ്ങളിലും യൂറോപ്പ് ദേശത്തിൻ്റെ പല ഭാഗങ്ങളിലും പെട്ടെന്ന് പെരുകി. കർമ്മല മലയെ സന്ദർശിക്കുകയും കർമ്മല കൊവേന്തയിൽ ചില ദിവസങ്ങൾ താമസിക്കുകയും ചെയ്ത ഫ്രാൻസിലെ വിശുദ്ധ ലൂയിസ് രാജാവ് 6 കർമ്മലീത്ത സന്യാസികളെ തന്നോടുകൂടെ ഫ്രാൻസിലേക്ക് കൊണ്ടുപോയി. പാരീസ് പട്ടണത്തിന് സമീപം ഷാറന്തൻ എന്ന സ്ഥലത്ത് ഒരു നല്ല ആശ്രമം അവർക്ക് ഏർപ്പെടുത്തി കൊടുത്തു. കുരിശു യുദ്ധത്തിന് വന്നിരുന്ന പല ഇംഗ്ലീഷ് പ്രഭുക്കന്മാർ ഇംഗ്ലണ്ടിലേക്ക് പല കർമ്മലീത്ത സന്യാസികളെ കൊണ്ടുപോയതിനാൽ മറ്റ് സ്ഥലങ്ങളിലേക്കാൾ അധികം കർമ്മലീത്ത സന്യാസികൾ ഇംഗ്ലണ്ടിലുണ്ടായി. ഐൽസ്ഫോർഡിൽ കൂടിയ സഭയുടെ പൊതുസംഘത്തിൽ വെച്ച് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് സഭയുടെ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ 20 വർഷത്തെ ഭരണം സഭയ്ക്ക് വളരെ ഗുണാഭിവൃദ്ധി വരുത്തി. ആദ്യം തന്നെ ഇന്നസെൻ്റ് മാർപ്പാപ്പ സഭാനിയമം വേണ്ട ഭേദഗതികളോടുകൂടി സ്ഥിരീകരിച്ചു. കർമ്മല മാതാവ് ഉത്തരീയം സഭയ്ക്ക് നൽകി. ജനങ്ങൾ താൽപ്പര്യത്തോടെ ഉത്തരീയ സഭയിൽ ചേർന്നു. സന്യാസികൾക്ക് ഉത്കൃഷ്ട വിദ്യാഭ്യാസം ഉണ്ടാകുന്നതിനും സഭാംഗങ്ങൾ വർദ്ധിക്കുന്നതിനും വേണ്ടി സർവകലാശാലകൾക്ക് സമീപം കർമ്മലീത്ത ആശ്രമങ്ങളെ സ്ഥാപിച്ചു. അന്ന് സർവകലാശാലകളിൽ വിശുദ്ധ ദൊമിനിങ്കോസിൻ്റെയും ഫ്രാൻസിസ്കോസിൻ്റെയും സഭക്കാരായ സന്യാസികൾ പഠിപ്പിച്ചിരുന്നു. 1240
49 എന്നീ കാലത്തിനിടയിൽ കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, ലണ്ടൻ, യോർക്ക്, പാരീസ്, ബൊലോഞ്ഞ, നേപ്പിൾസ് എന്നീ സർവകലാശാലകൾക്ക് സമീപം കർമ്മലീത്ത ആശ്രമങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ലാക്സ്ഫോർഡിൽ ഒരു രാജകൊട്ടാരം സഭയ്ക്ക് നൽകപ്പെട്ടു എന്നുള്ളതും പ്രസ്താവയോഗ്യമാണ്. രാജാക്കളും പ്രഭുക്കളും ജനങ്ങളും സഭയോട് വലിയ താൽപ്പര്യം പ്രദർശിപ്പിച്ചിരുന്നു. ഇതിനാൽ സ്കോട്ട്ലൻഡ്, അയർലൻഡ്, സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി, ആസ്ട്രിയ, ജർമ്മനി മുതലായ രാജ്യങ്ങളിലേക്ക് കർമ്മലീത്ത സഭ ശീഘ്രത്തിൽ പരന്നു. ഓരോ രാജ്യങ്ങൾക്ക് ഓരോ പ്രൊവിൻസ് ആകെ ഇത്രയും പ്രൊവിൻസുകളുണ്ടായിരുന്നു. ഓരോ പ്രൊവിൻസുകളിലും വളരെ ആശ്രമങ്ങളും സന്യാസികളും ഉണ്ടായിരുന്നു. ശതകത്തിൻ്റെ ഒടുവിൽ 7000 ആശ്രമങ്ങളും 1,80,000 ആശ്രമവാസികളുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിനിടയ്ക്ക് സഭയ്ക്ക് മത്സരബുദ്ധികളായ ചിലരിൽ നിന്ന് വലിയ ഞെരുക്കങ്ങളും വിരോധങ്ങളും നേരിട്ടു. കർമ്മലീത്ത സഭ കർമ്മലവാസികളായ മുനികളാൽ ആരംഭിക്കപ്പെട്ടതുകൊണ്ടും ദുംബ്രിംഗോസ് സഭയേക്കാളും ഫ്രാൻസിസ്കോസ് സഭയേക്കാളും കടുപ്പമേറിയതാകൊണ്ടും മറ്റും ഇതിനെ നിർത്തൽ ചെയ്യണമെന്ന് 3-ാം ഒനോരിയോസ് മാർപ്പാപ്പായുടെ പക്കൽ പലർ ശക്തിയായി വാദിച്ചു. എന്നാൽ കർമ്മല മാതാവ് മാർപ്പാപ്പ തിരുമനസ്സിലേക്ക് പ്രത്യക്ഷയായി തൻ്റെ സഭയെ ആദരിപ്പാൻ ആജ്ഞാപിച്ചതുകൊണ്ട് അദ്ദേഹം സഭയെ രക്ഷിക്കുകയും സഭാനിയമം അംഗീകരിച്ചു കൊടുക്കുകയുമാണ് ചെയ്തത്. ഇതിനെ കർമ്മല മാതാവ് തൻ്റെ സഭയെ കാത്തുരക്ഷിച്ചു. വേറൊരു ഞെരുക്കം ഇംഗ്ലണ്ടിലുണ്ടായപ്പോഴും കർമ്മല മാതാവ് തൻ്റെ സഭയെ അത്ഭുതകരമായ വിധത്തിൽ ആദരിച്ചു. കർമ്മലീത്ത സന്യാസികൾ കർമ്മല മാതാവിൻ്റെ സഹോദരന്മാർ എന്ന് വിളിക്കപ്പെട്ടു വന്നതിന്മേൽ മറ്റ് സഭക്കാരും ജനങ്ങളിൽ ചിലരും വളരെ ആക്ഷേപിക്കുകയുണ്ടായി. എന്നാൽ ഇംഗ്ലണ്ടിൽ ചെസ്റ്റർ പട്ടണത്തിൻ്റെ ഒരു വലിയ തിരുനാൾ പ്രദക്ഷിണത്തിന് എല്ലാ സഭക്കാരും ജനക്കൂട്ടവും സന്നിഹിതരായിരിക്കെ മാതാവിൻ്റെ സ്വരൂപം അത്ഭുതമായി കർമ്മലീത്ത സന്യാസികളുടെ പക്കലേക്ക് കൈ നീട്ടിക്കൊണ്ട് ഇസ്തി സൂന്ത് ഫ്രാത്രസ് മേയി, ഇവർ എൻ്റെ സഹോദരന്മാരാകുന്നു എന്ന് 3 പ്രാവശ്യം ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ ഈ വിരോധവും അവസാനിച്ചു. എന്നാൽ ഏറ്റവും കഠിനമായ ഒരു പോരാട്ടം ആവശ്യപ്പെട്ടത് സഭയുടെ ഉത്ഭവത്തെ സംബന്ധിച്ചത്രേ. കർമ്മലീത്തർ തങ്ങളുടെ സഭാസ്ഥാപകനായിട്ടും ആദ്യ ശ്രേഷ്ഠനായിട്ടും വിശുദ്ധ ഏലിയാനിവ്യായെ സ്വീകരിക്കുന്നു. വിശുദ്ധ ദീർഘദർശിയുടെ കാലം മുതൽ നമ്മുടെ കർത്താവിൻ്റെ കാലം വരെയും അന്നു മുതൽ നൂറ്റാണ്ട് വരെയും തുടർച്ചയായിട്ട് കർമ്മലമലയിൽ മുനികളായി, അതായത് കാലത്തെ ശ്രേഷ്ഠന്മാരുടെ ആജ്ഞയിൽ സന്യാസ ജീവിതം അനുഷ്ഠിച്ച സകലരെയും കർമ്മല സഭയുടെ അംഗങ്ങളായി സ്വീകരിക്കുന്നു. എന്നാൽ എതിർവാദക്കാർ ക്രിസ്ത്വബ്ദം 12-ാം ശതകം മുതൽ, അതായത് വിശുദ്ധ ബർത്തോൾഡ് കൂട്ടമായ ജീവിതം ആരംഭിച്ചത് മുതൽ കർമ്മല സഭയുടെ ഉത്ഭവത്തെ നിർണയിക്കുന്നു. ഗൗരവമേറിയ ഈ വിഷയത്തെക്കുറിച്ച്
കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഒരു പൊതു മീറ്റിങ്ങിൽ വെച്ച് ഒരു തർക്കവാദം നടന്നു. എതിർഭാഗം ഒരു ദൊമിനിങ്കോ സഭക്കാരൻ പിടിക്കുകയും ഒരു കർമ്മലീത്ത സന്യാസി തൻ്റെ ഭാഗം ആദരിക്കുകയും ചെയ്തു. ഇതിൽ വിജയം നേടിയത് കർമ്മലീത്തൻ തന്നെയാണ്. അനന്തരം നൂറ്റാണ്ടിൽ ബൊള്ളന്തിസ്തി എന്ന ചരിത്ര കമ്മിറ്റിക്കാർ എതിർവാദം പിടിക്കുകയും കർമ്മലീത്തർ തങ്ങളുടെ സഭയെ ബലമായ ന്യായങ്ങളാൽ ആദരിക്കുകയും ചെയ്തു. 30 വർഷത്തോളം നീളിച്ച ഈ മഹാപോരാട്ടം അവസാനിച്ചത് നവംബർ 20 ഇന്നസെൻ്റ് മാർപ്പാപ്പ ഇരുഭാഗക്കാരും മൗനം അനുഷ്ഠിപ്പിക്കാൻ ആജ്ഞാപിച്ചപ്പോഴാണ്. എന്നാൽ കർമ്മലീത്ത സഭയുടെ അർഹതകളെ തിരുസഭ പിന്നീട് അംഗീകരിച്ചതായി സ്പഷ്ടമേ തെളിയുന്നു. എങ്ങനെയെന്നാൽ വത്തിക്കാൻ ബസേലിക്ക പള്ളിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന സഭാസ്ഥാപകന്മാരിൽ പ്രഥമ സ്ഥാനത്ത് വിശുദ്ധ ഏലിയാനിവ്യായുടെ സ്വരൂപം സ്ഥാപിക്കപ്പെട്ടു. ഈ വലിയ മാർബിൾ സ്വരൂപത്തിൻ്റെ ചെലവ് സ്കൂതി അഥവാ ഉദ്ദേശം 12,000 രൂപ കർമ്മലീത്ത സഭക്കാർ വീതിച്ചു കൊടുത്തു. ഈ സ്വരൂപ സ്ഥാപനത്തിനു പുറമെ സഭയുടെ ഉത്ഭവത്തെപ്പറ്റി സഭയ്ക്കുള്ള പാരമ്പര്യ പഠനം കർമ്മല മാതാവിൻ്റെ തിരുനാൾക്കുള്ള കാനോന നമസ്കാരത്തിൽ ചേർത്തു. കാനോന നമസ്കാരത്തിൽ ചേർത്ത് ചൊല്ലത്തക്ക വണ്ണം റീത്തുകളുടെ തിരുസംഘം അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ പഠനത്തെ ഗ്രന്ഥകർത്താക്കൾ പിന്താങ്ങുന്നു. ഇവരിൽ ഈശോ സഭക്കാരും ഡൊമിനിങ്കോ സഭക്കാരും ബെനഡിക്തോ സഭക്കാരും ഫ്രാൻസിസ്കൻ സഭക്കാരും അഗസ്തീനോ സഭക്കാരും ഉൾപ്പെടുന്നു. കടശി സിക്സ്കോസ്, യോഹന്നാൻ, 2 ജൂലിയൻ, പിയൂസ്, ഗ്രിഗോറി, സിക്സ്കോസ്, ക്ലെമൻസ് എന്നീ മാർപ്പാപ്പമാർ ഇതിനെ സ്വീകരിച്ചിട്ടുമുണ്ട്. 1291 മെയ് മാസത്തിൽ കർമ്മല മാതാവിൻ്റെ കപ്പേളയ്ക്കും സഭയ്ക്കും വലിയ ഒരു നാശം നേരിട്ടു. തുർക്കികൾ കർമ്മല മലയ്ക്ക് താഴെയുള്ള ആക്രി പട്ടണം പിടിക്കുകയും 30,000-ൽ പരം ക്രിസ്ത്യാനികളെ കൊല്ലുകയും ചെയ്തിട്ട് കർമ്മല മലയിൽ കയറി കൊവേന്തയും കപ്പേളയും തീ വെച്ച് നശിപ്പിക്കുകയും സന്യാസികളെല്ലാവരെയും സ്ലാംലേഖ് പാടുന്ന നേരത്ത് കൂട്ടക്കൊല നടത്തുകയും ചെയ്തു. എന്നാൽ ഈ ഭയങ്കര സംഭവത്തിന് മുമ്പ് ഒരു യാത്രയ്ക്ക് പുറപ്പെട്ട വില്യംസന്നിക്ക് എന്ന ഒരു കർമ്മലീത്ത സന്യാസി ദൃക്സാക്ഷിയായി ശേഷിച്ചു. ഇദ്ദേഹവും മറ്റ് ചില ആളുകളും ഒളിച്ച് ഓടി രക്ഷപ്പെട്ടു. ഇവർ കർമ്മല മാതാവിൻ്റെ പൂജ്യമേറിയ സ്വരൂപത്തെ കർമ്മലയിൽ നിന്ന് ഇത്താലിയായിൽ നെയോപോളി പട്ടണത്തിലുള്ള കർമ്മലീത്ത കൊവേന്തയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. കർമ്മലയിൽ എന്ന പോലെ നെയാപ്പോളിയിലും ധാരാളമായ അനുഗ്രഹങ്ങളെ മാതാവ് തൻ്റെ ഭക്തർക്ക് നൽകി വരുന്നു. അമ്മാണ്ട് വലിയ ജൂബിലേറിയൻ്റെ അവസരത്തിൽ കർമ്മല മാതാവിൻ്റെ ഈ പൂജ്യമായ സ്വരൂപം നെയോപോളിയിൽ നിന്ന് റോമാപുരിയിലേക്ക് ആഘോഷമായി എഴുന്നള്ളിച്ചു കൊണ്ടുപോയി. റോമായിലെത്തിയപ്പോൾ റോമാജനവും പുറമേ നിന്ന് വന്നവരും പട്ടക്കാരും മെത്രാന്മാരും കർദിനാളന്മാരും മാർപ്പാപ്പ തിരുമനസ്സുകൊണ്ടും വലിയ പ്രദക്ഷിണമായി വന്ന് കർമ്മല മാതാവിനെ എതിരേറ്റ് പള്ളിയിലേക്ക് സ്വീകരിച്ചു. കുറേ നാൾ
മഹാഭക്തിയോടെ റോമായിൽ സകലരാലും വണങ്ങപ്പെട്ട ശേഷം നെയോപ്പോളിയിലേക്ക് തിരികെ കൊണ്ടുപോകപ്പെട്ടു. കർമ്മലീത്ത കന്യാസ്ത്രീകളുടെ ആരംഭം ശതകത്തിൻ്റെ മധ്യത്തിലാണ്. കർമ്മലീത്ത സഭയുടെ ജനറലായ വാഴ്ത്തപ്പെട്ട യോഹന്നാൻ സൊറേഥു കർമ്മലീത്ത കന്യകൾക്ക് ന്യായപ്രമാണം കൊടുത്തു. ഫ്രാൻസിൽ ബ്രിത്തനിയിലെ പ്രൊഫസറി ആയിരുന്നു ഫ്രാൻസിസ്ക ദ അംബുവ എന്ന സ്ത്രീരത്നം. കർമ്മലീത്ത മഠത്തിൽ ചേർന്നതിൻ്റെ ശേഷം ഫ്രാൻസിലും ഇറ്റലിയിലും സ്പെയിനിലും മറ്റും കർമ്മലീത്ത മഠങ്ങളും കന്യാസ്ത്രീ മഠം വരെ വർദ്ധിച്ചു. കർമ്മലീത്ത സഭക്കാരായ അനവധി പുണ്യവാന്മാരും പുണ്യവതികളും തിരുസഭയിൽ വിളങ്ങി പ്രകാശിക്കുന്നുണ്ട്. പല പരിശുദ്ധന്മാരുടെ തിരുശരീരങ്ങൾ ഇന്നും അത്ഭുതമായി അഴിയാതിരിക്കുന്നു. വിശുദ്ധ മറിയം മഗ്ദലേത്ത ദപ്പാസിസ്, ഭാഗ്യപ്പെട്ട യോഹന്നാൻ, യേശു മരിയ എന്നിവരുടെ അക്ഷയ തിരുശരീരങ്ങളെ എഴുത്തുകാരൻ സന്ദർശിച്ചിട്ടുള്ളതാണ്. കർമ്മലീത്ത സഭയുടെ ആദ്യ തീക്ഷ്ണത കുറഞ്ഞപ്പോൾ നൂറ്റാണ്ടിലെ വിശുദ്ധ ത്രേസ്യ പുണ്യവതി അതിനെ നവീകരിച്ചു. നവീകരിക്കപ്പെട്ടവർ ദിസ്കാൾ സഭക്കാർ എന്നും യാഥാസ്ഥിതിക്കാർ കൽസാദി സഭക്കാർ എന്നും വിളിക്കപ്പെടുന്നു. രണ്ട് സഭകൾക്കും പ്രത്യേകം ജനറാളന്മാരുമുണ്ട്. പ്രൊട്ടസ്റ്റാൻ്റ് മതവും ഫ്രഞ്ച് റവല്യൂഷനും ഇറ്റലിയിലും ഫ്രാൻസിലും പോർട്ടുഗലിലും മറ്റും സന്യാസ സഭകളോട് ചെയ്ത കഠിന ഞെരുക്കം നിമിത്തം എല്ലാ സഭകൾക്കും നേരിട്ടതുപോലെ കർമ്മലീത്ത സഭയ്ക്കും വളരെ നഷ്ടങ്ങൾ നേരിട്ടു. ഒടുവിൽ എടുത്ത കണക്കിൻ പ്രകാരം ഇപ്പോൾ കൽസാദി സഭയിൽ ആശ്രമങ്ങളും സന്യാസികളും കന്യാസ്ത്രീകളുമേയുള്ളൂ. എന്നാൽ ദിസ്കാൾ സഭയിൽ 130 ആശ്രമങ്ങളും സന്യാസികളും കന്യാസ്ത്രീ മഠങ്ങളുമുണ്ട്. ഒന്നാം സഭക്കാരെ പോലെ തന്നെ കൂട്ടമായി സന്യാസ ജീവിതം കഴിക്കുന്ന മൂന്നാം സഭക്കാരായ കർമ്മലീത്ത സന്യാസികളും കന്യാസ്ത്രീകളും മലയാളത്തിലും മറ്റ് രാജ്യങ്ങളിലും ധാരാളമുണ്ട്. തനിച്ച് ജീവിക്കുന്ന ഗൃഹസ്ഥരായ മൂന്നാം സഭക്കാരും ഒട്ടും കുറവല്ല. ഈ തരക്കാരെല്ലാം കർമ്മല മാതാവിൻ്റെ സന്യാസ ഭവനത്തിൻ്റെ അംഗങ്ങളാണ്. എന്നാൽ കർമ്മല മാതാവിൻ്റെ ഭക്തരുടെ മുഖ്യമായ ഭാഗം വെന്തിങ്ങം അഥവാ കർമ്മല മാതാവിൻ്റെ ഉത്തരീയം ഏറ്റിരിക്കുന്നവരാണ്. എല്ലാ രാജ്യങ്ങളിലും എല്ലാ അന്തസ്സുകളിലും ഉത്തരീയ സഭക്കാർ ധാരാളമുണ്ട്. ലക്ഷോപലക്ഷം എന്നല്ല, കോടാനുകോടി ജനങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ഉത്തരീയ സഭ കർമ്മലീത്ത മൂന്നാം സഭ തന്നെ ആയിരിക്കുന്നു. കർമ്മല മാതാവ് കർമ്മലീത്ത സഭയുടെ ജനറലായ വിശുദ്ധ സെമ്യൂൻ സ്റ്റോക്കിന് കാണപ്പെട്ട് കർമ്മല ഉത്തരീയം കൊടുത്തപ്പോൾ അറിയിച്ചിട്ടുള്ള നന്മകൾക്ക് മൂന്നാം സഭക്കാരായ ഉത്തരീയ സഭക്കാരെല്ലാവരും പങ്കാളികളായിരിക്കുന്നു. കർമ്മല മാതാവിൻ്റെ തിരുവചനങ്ങൾ ഇപ്രകാരമാണ്: ഏറ്റവും പ്രിയപ്പെട്ട മകനെ, നിന്റെ സഭയുടെ ഉത്തരീയം നീ വാങ്ങിക്കൊള്ളുക. ഇത് എൻ്റെ സഹോദര സഭയുടെ അടയാളവും നിനക്കും ശേഷം കർമ്മലീത്ത സഭക്കാർക്കെല്ലാവർക്കും വിശേഷദാനവുമാണ്. ഇതിനെ ഭക്തിയോടെ ധരിക്കുന്നവൻ നരകാഗ്നിക്ക് ഇരയാകയില്ല. ഇതാ രക്ഷയുടെ അടയാളം, ആപത്തുകളിൽ രക്ഷ, സമാധാനത്തിൻ്റെയും നിത്യവാഗ്ദാനത്തിൻ്റെയും ഉടമ്പടി. മാതാവ് കാണപ്പെട്ട് ഉത്തരീയം കൊടുത്ത വിവരവും ഉത്തരീയം മൂലം നടന്ന വലിയ അത്ഭുതങ്ങളും ആളുകൾ മത്സരിച്ച് ഉത്തരീയ സഭയിൽ ചേർന്നതും കർമ്മലീത്ത സഭയ്ക്ക് ലഭിച്ച വലിയ സഹായങ്ങളും
വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പുണ്യവാൻ്റെ കൂട്ടുകാരനും സെക്രട്ടറിയുമായ ദിവ്യശ്രീ സ്വാനിങ്ടൺ പാദ്രി അവർകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരീയ സഭക്കാർ മരിച്ചാൽ മരണശേഷം 1-ാം ശനിയാഴ്ച ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് താൻ അവരെ രക്ഷിക്കുമെന്ന് കർമ്മല മാതാവ് 22-ാം യോഹന്നാൻ മാർപ്പാപ്പായ്ക്ക് അറിയിക്കുകയും അപ്രകാരം തിരുമനസ്സുകൊണ്ട് പ്രസിദ്ധീകരിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴോ മാതാവിൻ്റെ ഭക്തരുടെ അടയാളമായിരിക്കുന്ന കർമ്മല ഉത്തരീയം അഥവാ വെന്തിങ്യം മൂലം ദൈവസഹായങ്ങൾ നമുക്ക് ലഭിക്കുകയും ആത്മത്തിനടുത്തതും ശരീരത്തിനടുത്തതുമായ ആപത്തുകളിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യാം. ദൈവജനനിയുടെ മേലുള്ള ഭക്തി നിത്യരക്ഷയുടെ ഏറ്റവും തെളിവുള്ള ഒരു ലക്ഷ്യമായി വേദപാരംഗന്മാർ ഗണിച്ചിരിക്കുന്നു. ആകയാൽ ഇഹത്തിലും പരത്തിലും ദൈവജനനിയുടെ ആദരവും സഹായവും ലഭിക്കുന്നതിനായി ജനങ്ങളും പട്ടക്കാരും മെത്രാന്മാരും കർദിനാളന്മാരും ശുദ്ധ മാർപ്പാപ്പാമാരും ചെയ്യുന്നതുപോലെ നാമും കർമ്മല ഉത്തരീയം ഭക്തിയോടെ ഏറ്റ് അതിൻ്റെ നിബന്ധനകൾ അനുഭവിച്ച് ജീവിക്കുന്നതിന് ശ്രമിക്കേണ്ടതാണ്. ഫാദർ അലക്സാണ്ടർ CD. മാതാവിൻ്റെ ജന്മത്തിരുനാളായ 2025 സെപ്റ്റംബർ 8-ാം തീയതിയിലെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് സെറ്റ് മുൻ കർമ്മലകുസുമം ചീഫ് എഡിറ്റർ.